ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്താ അറിയോ, നമ്മളെ ഇസ്വിസിൻ്റെ HHC 4G ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്മാർട്ട് ട്രാക്കിംഗ് ഉണ്ട്, അതേപോലെ ആക്റ്റീവ് ഡിഫൻസ്. അതായത് ആൾക്കാർ വരുമ്പം ഒരാൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോവുകയാണെങ്കിൽ അലാറം അടിക്കും, അങ്ങനത്തെ ഒക്കെ ഓപ്ഷനുള്ള ക്യാമറയാണ്. ഇതൊരു 4G ക്യാമറ കേട്ടോ. ഇതിൽ 4G സിമ്മാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താ വിഷയം വെച്ചാൽ, ഞാൻ ഒരു സൈറ്റിലേക്ക് ഈ ക്യാമറ വാങ്ങി. അപ്പോൾ ഇതാണ് ക്യാമറ. അപ്പോൾ സൈറ്റിലേക്ക് ക്യാമറ ഒക്കെ വാങ്ങി കസ്റ്റമറോട് ഞാൻ പറഞ്ഞു സിമ്മ് എടുക്കാൻ. അപ്പോൾ കസ്റ്റമർ നമുക്ക് സിം എടുത്തത് ജിയോ ആണ്. ജിയോ അവിടെ റേഞ്ച് ഉണ്ട്. അങ്ങനെ ജിയോ റേഞ്ച് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് ഉണ്ട്. ജിയോ 5G കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല റേഞ്ചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമറിന്ന് ജിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജിയോ എടുത്ത് ഞാൻ ഈ ക്യാമറയിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമുക്ക് പ്രശ്നം മനസ്സിലായത്. ഇതിലേക്ക് 5G സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ 5G സപ്പോർട്ട് ചെയ്യില്ല പറഞ്ഞാൽ ഞാൻ എത്ര നോക്കിയിട്ടും ജിയോ നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഞാൻ വോഡോഫോൺ ഇട്ട്, അതേപോലെ വോഡോഫോൺ ഇട്ടപ്പം അവിടെ സുഖമായിട്ട് വർക്ക് ചെയ്ത്, സാധനം വർക്ക് ചെയ്ത്. പക്ഷെ കസ്റ്റമർ വാങ്ങിയതാ ജിയോൻ്റെ സിമ്മാണ്. അപ്പോൾ എങ്ങനായിട്ടും വർക്ക് ചെയ്യില്ല. അവസാനം ഞാൻ കുറേ കസ്റ്റമർക്കൊക്കെ വിളിച്ചു നോക്കി, ഈ 5Gനെ 4G ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ ചോദിച്ച് കസ്റ്റമർ കെയർക്ക് വിളിച്ചു നോക്കി. പക്ഷേ ജിയോൻ്റെ കസ്റ്റമർ കെയറിന് ഓല് പറഞ്ഞത് 4G 5G ആക്കാനുള്ള ഓപ്ഷനുള്ളൂ, 5G ഓൾറെഡി ഇപ്പം സിമ്മിൽ വന്ന് നിൽക്കണതാണ്, അപ്പോൾ അങ്ങനെ കഴിയൂലെന്നാണ് ജിയോൻ്റെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെന്ത് ചെയ്ത് വെച്ചാൽ, നേരെ സിം കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു 4G സെറ്റ് ഉണ്ടായിന്, ആ 4G സെറ്റിൽ ഇട്ട് നോക്കി. അപ്പോൾ 4G കിട്ടി. അപ്പോൾ ഞാൻ എന്നിട്ട് 4G അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതായത് 4Gന്ന് നേരെ എടുത്ത് ഇട്ടപ്പോഴും നോ രക്ഷ, വർക്കാവില്ല. ജിയോൻ്റെ സിം എങ്ങനെ നോക്കിയിട്ടും വർക്കാവില്ല. അങ്ങനെ പിന്നെ എന്താ ചെയ്തത് വെച്ചാൽ, കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ ജിയോ എടുത്തെന്നല്ലേ ഇനി നമുക്കൊന്നും പറയാനെങ്കിൽ നമ്മൾ പറഞ്ഞു ചെയ്തു എന്ത് കസ്റ്റമറോട് ജിയോ എടുത്താൽ മതി, റേഞ്ച് ഉണ്ടെന്ന്. അവസാനം നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, ഈ ഒരു സാധനം കണ്ടോ, ജിയോൻ്റെ ഒരു 4G മോഡാണ്. നമ്മൾ ആ സിമ്മ് നേരെ ജിയോൻ്റെ ഈ 4G മോഡത്തിൽ ഇട്ട്, അങ്ങനെ 4G മോഡത്തിൽ ഇട്ടതിന് ശേഷം നേരെ എന്ത് ചെയ്ത് ഇത് ഓണാക്കി. അപ്പോൾ ഇതിൽ ലൈറ്റൊക്കെ കത്തി. ജസ്റ്റ് നമ്മൾ ഓണാക്കുമ്പോൾ ഇതിൽ ലൈറ്റൊക്കെ കത്തും ജിയോൻ്റെ ഇത്. അപ്പോൾ അതിൽ ഞാൻ നെറ്റ് എടുത്ത് നോക്കി, ജസ്റ്റ് വൈഫൈയിൽ നെറ്റ് എടുത്തപ്പോൾ നെറ്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് നേരെ എന്ത് ചെയ്ത്, നേരെ ഈ ഒരു ഇസ്വിസിൻ്റെ ക്യാമറയ്ക്ക് ജസ്റ്റ് ഇട്ടപ്പോൾ നേരെ സാധനം വർക്കായി. അപ്പം ഞാൻ സാധനം വർക്കായി ഒക്കെ കോൺഫിഗറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഓഫാക്കി ഓണാക്കുമ്പോൾ ഇനി ഓട്ടോമാറ്റിക് 5Gയിലേക്ക് പോവോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിന്. അപ്പോൾ ആ ഡൗട്ട് തീർക്കാനും വേണ്ടി എന്ത് ചെയ്ത്, ജസ്റ്റ് ഓഫാക്കി ഓണാക്കി എല്ലാം ചെയ്ത് നോക്കിയപ്പോഴും നേരെ 4Gയിൽ തന്നെയാണ്, 5Gയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഈ പ്രശ്നം വരികയാണെങ്കിൽ ഒരു 4G മോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നമ്മളെ സിം എടുത്തിട്ട് ഈ ഒരു 4G മോഡത്തിലേക്ക് ഇടുക. 4G മോഡത്തിലേക്ക് ഇട്ടതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, അങ്ങനെ 4G മോഡത്തിലേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മളെ ഇസ്വിസിൻ്റെ ഈ ഒരു ക്യാമറയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ക്യാമറയിലേക്ക് ഇടുമ്പോൾ എന്താ വെച്ചാൽ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഓഫാക്കി ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കി, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഇടങ്ങാറായാണ്. അപ്പോൾ ഇതാണ് നമ്മളെ രക്ഷിച്ച്. ഈ സാധനത്തിലിട്ട് നേരെ അതിലേക്ക് ഇട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായി വർക്കായി. നേരെ മറിച്ച് ഞാൻ വോഡോഫോൺ സിം ഇതിലിട്ട് നോക്കിയപ്പം ഈ ഒരു സിം, ഇനിയിപ്പോൾ ക്യാമറൻ്റെ വിഷയമാണോ നോക്കാൻ വേണ്ടി വോഡോഫോൺ സിം ഇട്ട് നോക്കിനി. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും കുഴപ്പമൊന്നുമില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിയോക്കാണ് ഈ വിഷയം കാര്യമായിട്ട് വരുന്നത്. കാരണം ജിയോ എന്താ വെച്ചാൽ ഓൾറെഡി 5G ആയിട്ടാണ് ഒരു ആ ഒരു സിം ഇറക്കണത്, 4G 5G എന്നുള്ളതിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഒരു ഇതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരെ 5G ആയിട്ടായിരിക്കും കിട്ടുക. 5G റേഞ്ചിലോട്ട് പിന്നെ 5G ആയിട്ടേ വരുള്ളൂ. അപ്പോൾ കസ്റ്റമർ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്, കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഓർക്ക് ആ ഓരോ ഓപ്ഷൻ ഇല്ല. 4G 5G ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ 5G 4G ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഓല് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തപ്പം സാധനം വർക്കായി. ഇനി ഇതിൽ കിട്ടുന്നുണ്ട്, ഈ ഒരു ജിയോൻ്റെ മോഡത്തിൽ ഇട്ട് ചെയ്തപ്പം കിട്ടുന്നുണ്ട്. ഇനി 4Gൻ്റെ വേറെ ഏതെങ്കിലും കോഫിയോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഇട്ടാൽ കിട്ടുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഏതായാലും ഇതിൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.